നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജാതകദോഷം ഇന്ത്യക്കാരെ ബാധിക്കൂ, നമ്മൾ ജനങ്ങളെ, പൗരന്മാരെ എങ്ങനെ സ്വാധീനിക്കും എന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. 1950 സെപ്റ്റംബർ 17 അദ്ദേഹം ജനിച്ചത്. രാവിലെ 9:35 AM വൃശ്ചിക രാശിയിൽ തുലാം ലഗ്നത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ ഇവിടെ യോഗങ്ങളുടെ ഒരു സമൃദ്ധിയാണ് കാണുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2014 ഇദ്ദേഹം അധികാരത്തിലേറുമ്പോൾ അദ്ദേഹം അന്താരാഷ്ട്ര ലെവലിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് വളരെയധികം ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് ലാഭം കിട്ടി. അപ്പോൾ ആ കാലം തീർച്ചയായിട്ടും നേട്ടങ്ങളുടെ കാലമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏകദേശം 12-ാമത്തെ വർഷമോ മറ്റോ ആണ് അദ്ദേഹം ഭരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അന്നത്തെ കാലത്തെ ഒരു നല്ല അവസ്ഥ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഇപ്പോഴുണ്ടോ? കാരണം ഇനിയിപ്പോൾ ഏപ്രിൽ 2 ചൊവ്വ വശപ്രശായിട്ട് മീനം രാശിയിൽ ശനിയുമായിട്ട് യോഗം ചെയ്യുന്നു. അതുകൂടാതെ സൂര്യനുമായിട്ടും യോഗം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ 3 പ്രതികൂലമായ രീതിയിൽ 3 പാപഗ്രഹങ്ങൾ ഒത്തുകൂടുന്നു. അത് പൊതുവെ എല്ലാവർക്കും ദോഷകരം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മോദിജിയുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ മഹാദശ, അന്തർദശ അതെല്ലാം നോക്കി നമ്മുടെ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിൽ പരിശോധിക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിജിയുടെ ജാതകം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഘനഗംഭീരമായ ജാതകമാണ്. 1-2 യോഗങ്ങളല്ല, 100 കണക്കിന് യോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പോസിറ്റീവായിട്ടുള്ളത് തന്നെയാണ് ഭൂരിപക്ഷവും, 99%. അപ്പോൾ അതെല്ലാം കൂടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു വീഡിയോ അതിനു വേണ്ടി പ്രത്യേകം ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് യോഗങ്ങൾ ഞാൻ പറയാം. ബുധൻ സ്വക്ഷേത്രത്തിലാണ്, ഉച്ചക്ഷേത്രത്തിലാണ്, കന്യരാശിയിൽ. അപ്പോൾ ഭദ്രയോഗം അതിശക്തമായ യോഗമാണ്. പിന്നെ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് വൃശ്ചികം രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ അത് രുചകയോഗം, അധികാരവുമായിട്ട് ബന്ധപ്പെട്ട ആ യോഗമാണ്, അതിശക്തമായ യോഗമാണ്. ഓക്കെ. പിന്നെ രാജയോഗം, അങ്ങനെ നിരവധി യോഗങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു എടുത്തു പറയേണ്ടത്തക്ക ഒരു യോഗം എന്ന് പറയുന്നത് നീചഭംഗ രാജയോഗമാണ്, ചക്രവർത്തി യോഗം. കൂടാതെ തീർച്ചയായിട്ടും ഗജകേസരി യോഗമുണ്ട്. അങ്ങനെ 100 കണക്കിന് യോഗങ്ങളുണ്ട്. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ കുജദശയാണ്, അതായത് ചൊവ്വയുടെ ദശയാണ്. ചൊവ്വ ജാതകത്തിൽ സ്വക്ഷേത്ര ബലവാനുമാണ്. അപ്പോൾ സ്വക്ഷേത്ര ബലവാനായ ചൊവ്വയുടെ മഹാദശയാണ് അദ്ദേഹത്തിന് 2029 ഒക്ടോബർ 6 വരെ. അദ്ദേഹം അനിഴം നക്ഷത്രക്കാരനാണ്, വൃശ്ചികം രാശി. ഓക്കെ. എന്നിട്ടിപ്പോൾ ശനിയുടെ അപഹാരമാണ്, അതായത് ചൊവ്വാദശയിലെ ശനിയുടെ അപഹാരമാണ്.
ശനി ഇവിടെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. ചൊവ്വയിൽ നിന്ന് കർമ്മഭാവത്തിലും കുഴപ്പമില്ല. അത് 2026 ഏപ്രിൽ 6 വരെയുള്ളൂ. അതിനുശേഷം ചൊവ്വയിൽ നിന്ന് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ്റെ വ്യവഹാരമാണ് 2027 ഏപ്രിൽ 4 വരെ. അപ്പോൾ പിന്നെ മറ്റ് ചില കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ വീണ്ടും പറയാം. ലഗ്നത്തിൽ നിന്ന് 5ാം ഭാവത്തിൽ അനുകൂലമായിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അനുകൂലമായിട്ട് 6ാം ഭാവത്തിൽ സർപ്പം അഥവാ രാഹുവുണ്ട്. ഓക്കെ, ലഗ്നത്തിൽ നിന്ന്. അപ്പോൾ ശിഖിയും അനുകൂലമായിട്ട് കണക്ക് കൂട്ടാം. ഇവിടെ പ്രതികൂലം എന്ന് പറയാൻ ഗ്രഹങ്ങൾ സൂര്യൻ പ്രതികൂലമാണ്. അത് സൂചിപ്പിക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് സംഘർഷഭരിതമായിട്ടുള്ള ഒരു തൊഴിൽ രംഗമാണ് അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നത്. സൂര്യൻ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഒരു പ്രതികൂലമായിട്ടുള്ള നക്ഷത്രം. ഗ്രഹം ശുക്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വയ്ക്കുന്നു. ശുക്രനും ശനിയും കൂടി യോഗം ചെയ്തിരിക്കുകയാണ്. അത് ശുക്രനും ശനിയും സുഹൃത്തുക്കളാണ് ഈ ഇതിനകത്ത് ജ്യോതിഷത്തിൽ. അപ്പോൾ ശുക്രനും ശനിയും കൂടി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് കൈകോർത്ത് പിടിച്ച് തീർച്ചയായിട്ടും അസാമാന്യമായ സൗഭാഗ്യങ്ങളുടെ ഘോഷയാത്രയാണ് നമ്മൾ ഈ ഗ്രഹനിലയിൽ കാണുന്നത്. അതുകൂടാതെ ലഗ്നാധിപനായ ശുക്രനാണ് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനിയോടൊപ്പം അതിശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ളൊരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ തീർച്ചയായിട്ടും ഏകദേശം ഇനിയും 1 വർഷത്തോളം കാലം അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൊവ്വ മഹാദശയിൽ കേതുവിൻ്റെ അപഹാരമാണ്. പക്ഷേ ചൊവ്വയിൽ നിന്ന് 11ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. അത് മാത്രമല്ല 6ാം ഭാവത്തിൽ ശക്തമായിട്ട് നിൽക്കുന്ന സർപ്പത്തിൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ ആ കാലവും അനുകൂലം തന്നെയാണ്. പിന്നെ അതിനുശേഷം ശുക്രൻ്റെ അപഹാരം തുടങ്ങും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ശ്രീ നരേന്ദ്രമോദിജിക്ക് സൗഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഇനി വരും വർഷങ്ങളിലും ഉണ്ടാകുന്നത് ജ്യോതിഷപരമായിട്ട്. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഗ്യാസ് ക്ഷാമം, ക്രൂഡ് ഓയിൽ ക്ഷാമം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഏതാണ്ട് വർഷങ്ങളോളം ഇത് അനുകൂലമായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശുക്രൻ്റെ ഭാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൂര്യൻ്റെ ഭാരം വരും. അത് അനുകൂലമാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ സംഭവം പ്രശ്നമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജാതകദോഷം എന്തായാലും ഇന്ത്യക്കാരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നില്ല. ജാതകദോഷം ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ളൊരു കമൻ്റാണ് ഞാൻ പൊതുവെ പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ഓരോ സെക്കൻഡിലും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ഇദ്ദേഹം മറികടക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് നരേന്ദ്രമോദിയുടെ പൗരന്മാർ, നരേന്ദ്രമോദിയുടെ ജനങ്ങൾ തീർച്ചയായിട്ടും ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കില്ലെന്നാണ് മോദിജിയുടെ ജാതക
ഫലം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇപ്പോൾ രാഷ്ട്രീയം വെച്ചല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. പൊതുവെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്നവർക്ക് ഭരണകാലം ഇന്ത്യക്കാർക്ക് നേട്ടം ഉണ്ടാക്കി തരുമെന്ന് തന്നെയാണ്. കുറഞ്ഞ പക്ഷം ദുരിതങ്ങളൊന്നും വരുത്തി വെക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് മുഴുവൻ കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.